അംബേദ്കറുടെ നിർബന്ധിത പ്രാതിനിധ്യം എന്നുള്ള നിലപാട് നടപ്പിലാകുകയായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഇന്ത്യയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇന്ത്യ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പ്രാതിനിധ്യം ഉണ്ടാവുക, പാർലമെന്റ് റെപ്രസെന്റേഷൻ ഉണ്ടാവുക, എല്ലാ മതങ്ങളിൽപ്പെട്ടവരും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരും, മതങ്ങളിൽപ്പെടുന്നതല്ല വിഭാഗങ്ങളിൽപ്പെട്ടവരും. പലതരത്തിലെ വിഭാഗങ്ങളുണ്ട്, ഭാഷാ വിഭാഗങ്ങളുണ്ട്, നമ്മുടെ ആദിവാസികൾ എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്, ലിംഗപരമായിട്ട് അങ്ങനത്തെ എത്ര നാളെടുത്തതിലേക്ക് ഇപ്പോഴും നമുക്ക് ഈ സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ചെയ്യേണ്ടതാണ്. വ്യത്യസ്തതകളെ അംഗീകരിച്ച് റെപ്രസെന്റേഷൻസ് വരേണ്ടത്. വ്യത്യസ്തതകൾ എന്ന് പറഞ്ഞാൽ വിഭാഗീയത എന്നല്ല അർത്ഥം, അംഗീകാരം എന്നുള്ള അർത്ഥമാണ്. നിയമത്തിന് മുമ്പിൽ തുല്യത, പക്ഷെ വ്യത്യസ്തതകളെ അംഗീകരിച്ചിട്ട്. കാരണം ഒരേപോലെ അല്ല നിലനിന്നിരുന്ന സമൂഹം, പല തട്ടിലായിരുന്നു. അതിന് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കൊടുത്ത് റിവേഴ്സ് റേസിസം എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട് ഇതിനൊക്കെ. അങ്ങനത്തെ പരിഗണന കൊടുക്കുന്ന കൊണ്ടാണ് സംവരണം കൊടുക്കേണ്ടി വരുന്നത്. ഒരുപോലെ ചെയ്യാനൊക്കത്തില്ല. ആദിവാസി ആയിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെയും ദളിത് കുടുംബത്തിൽ ആ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് അവർക്ക് ഒരേ ചോദ്യവും ഉത്തരവും കൊടുത്താൽ അവർക്ക് എഴുതാനൊക്കത്തില്ല. നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. 10 വയസ്സുള്ള 3 കുട്ടികളെ എടുക്കുക, അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടിയെ എടുക്കുക, ഇവിടെയുള്ള പറയരുടെ പുലയരുടെ വീട്ടിൽ നിന്നുള്ള ഒരു കുട്ടിയെ എടുക്കുക, ഈഴവരുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടിയെ എടുക്കുക, നായന്മാരുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടിയെ എടുക്കുക, ബ്രാഹ്മണരുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടിയെ എടുക്കുക. 10 വയസ്സുള്ള കുട്ടികളെ എടുത്ത് അവരുടെ ചോദിക്കുന്ന ചോദ്യവും, അവരുടെ ഉള്ള ചോദ്യം ചന്ദ്രനിൽ എന്നാണ് മനുഷ്യൻ ഇറങ്ങിയത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ആദ്യത്തെ 3 പേര് പറയുന്നുണ്ട്. കാരണം അവർ കേട്ട് വളർന്ന ഒരു ചോദ്യോത്തരമാണ്. അത് ആദിവാസി കുട്ടികൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ തേൻ എവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ആദിവാസി കുട്ടി മാത്രമേ പറയൂ. ബാക്കിയുള്ളവരും എല്ലാവരും ഉണ്ടായി. ചിലപ്പം ദളിത് കുടുംബത്തിൽ നിന്ന് വന്നവൻ പറഞ്ഞത് വേറെ ആരും പറയത്തില്ല. കാരണം അവരുടെ ഇതാണ് ഈ ചോദ്യങ്ങൾ കേട്ടാൽ നമുക്ക് വളരെ നിർദോഷം എന്ന് തോന്നും. ചോദ്യം ചോദിച്ച് ഐക്യം ഉണ്ടാക്കുന്ന വിദ്യ. എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളും പ്രാതിനിധ്യത്തിൽ വരിക എന്ന് പറയുന്ന ഒരു നിലപാടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ ആളുകൾ പറയുന്ന അത് വീണ്ടും ജാതീയമായോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രത്യേകമായ സംവരണം കൊണ്ട് വിഭജിക്കപ്പെടും എന്ന് പറയുന്നത്. റെപ്രസെന്റേഷൻ ഉറപ്പാക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം കിട്ടും. വിദ്യാഭ്യാസം കിട്ടി തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ പതുക്കെ ഇല്ലാതെ, അങ്ങനെയാണില്ലാതെ. ഒരു 10 പേരിലെങ്കിലും ഒരാളെങ്കിലും സംവരണം വേണ്ടെന്ന് പറയുന്നവരുണ്ടാവും. പത്തനാണ് ആവശ്യമില്ല എന്ന് പറയും. അവരെ അല്ലേതാ മേടിച്ചു കഴിഞ്ഞിട്ടുള്ള, അവർക്ക് ലഭിച്ചിട്ടുണ്ട്, സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത്ര ആളുകൾ ഉയർത്തുന്ന വേറൊരു വാദം കൂടി ഉണ്ട്. ഈ വോട്ടിന് വേണ്ടിയാണ് ജാതി മതത്തെ ഉപയോഗിക്കുന്നത്. അത് വേറെ കാര്യമാണ്. അത് വേറെ അല്ല, അതിന് ഇങ്ങനെ സകല സാധനം കൂടെ ഒന്നിച്ച് പഠിച്ചു ചോദിക്കരുത്. രാഷ്ട്രീയ പാർട്ടിക്കാര് ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തിട്ടേ ഇല്ല. ജനാധിപത്യ വിദ്യാഭ്യാസം കൊടുക്കാതെ 75 വർഷമായി. കൊടുക്കാതെ ആൾക്കാരെ വീണ്ടും മതത്തിലും ജാതിയിലും നിലനിർത്തുന്നുണ്ട്. വോട്ട് വിടുങ്ങാൻ ഏറ്റവും എളുപ്പം അതാണെന്ന് കണ്ടുപിടിച്ചത് പുതിയ കാര്യമാണ്. അതിൽ നമ്മെ കൂട്ടിക്കളിക്കണ്ട. അത് ഇങ്ങനെയാണ്, അത് പറയാതെ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കുഴയ്ക്കാതെ ഇനി പറയുന്നത്. ഇങ്ങനെ കുഴച്ചുകൊണ്ടാണ് ഇവർ അത് കുഴച്ചുകൊണ്ടുള്ള താൻ പറയരുതെന്ന് ഞാൻ പറയുന്നത്. സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ എല്ലാ കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നുള്ളതാണ്. ആ പാർട്ടികൾ നിൽക്കുന്ന സമയത്ത് ആളുകളെ എവിടെ വേണമെങ്കിലും നിർത്താൻ പറ്റുമോ? നിർത്തിയാല് ആരെങ്കിലും ജയിക്കുമായിരുന്നു. പക്ഷെ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കത്തുള്ളൂ എന്നുള്ള സാധാരണ ജനങ്ങളുടെ ബോധമുണ്ട്. അതങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് സംഭവിച്ചത്. വിദ്യാഭ്യാസത്തിനകത്തൂടെ ഒരിക്കലും ആ മാറ്റം വന്നു. ആ മാറ്റം വരാതിരുന്ന പൗരബോധം പഠിപ്പിക്കാത്തതുകൊണ്ടാണ് സംവരണ പ്രശ്നമല്ലോ. പ്രാതിനിധ്യത്തെ കുറിച്ചുള്ള റെപ്രസെന്റേഷൻ ഇല്ലാതെ ക്ലാസ് റൂമിലെത്തത്തില്ല. ക്ലാസ് റൂമിൽ എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് വിദ്യാഭ്യാസം കിട്ടുന്നെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും ബാക്കിയുള്ള എല്ലാ വിവേചനങ്ങളെ മറികടന്ന ആൾക്കാർ പൗരരായി മാറും. ഇതാണ് ആ പ്രോസസ്സ് ചെയ്യാതാണ് ഈ പറയുന്നത്. ക്ലാസ് റൂം ഇപ്പോഴും ജാതീയമായി തരത്തിരിച്ച് ഫ്രണ്ട് വെച്ചും ബാക്ക് വെച്ചും ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് നടക്കുന്നത്. അല്ലാതെ സംവരണം കൊണ്ടല്ല ജാതി തുടരുന്നത്, ഇലക്ഷൻ കൊണ്ടല്ല ജാതി തുടരുന്നത്. ജാതി ഉപയോഗിക്കാൻ പറ്റുമെന്ന് 2 വിഭാഗം കണ്ടുപിടിച്ചത്.
രാജാവിനെ മാറ്റുന്ന സമയത്ത് മത നേതാക്കൾ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നിരുന്നത്? സകല ധനവും ഇപ്പൊ അവരുടെ കയ്യിലാണ്. ഈ കാണിക്കയിടുന്ന മറ്റേത് രാജാവിന് പോയിക്കൊണ്ടിരുന്ന കാശാണ്. അങ്ങനെയാണ് മത നേതാക്കൾ മുഴുവൻ പണക്കാരായി മാറിയത്. അപ്പൊ ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നവരായിട്ട് അവർ മാറി. വിലക്ക് മേടിക്കാൻ പറ്റിയ ആൾക്കാർ. അത് ആൾക്കാർക്ക് കാശ് കൊടുത്ത് അങ്ങനെയാണ് ഹോസ്പിറ്റൽ തുടങ്ങുന്നതും സ്കൂൾ തുടങ്ങുന്നതും ഇത്തരത്തിലുള്ള സകല ഈ ആളുകളെ പിടിക്കാൻ വേണ്ടി. അല്ലാതെ അമ്പലം പള്ളിയിൽ ആള് പോകുന്നതുകൊണ്ടല്ല. നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഈ സാധനം പറഞ്ഞിട്ടാണ് ഈ മതമൊക്കെ നിൽക്കുന്നതെന്ന്. അല്ലാതെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞിട്ടൊന്നുമല്ല. അതൊക്കെയാണ് ഇതിനകത്ത്. അതൊരു സവിശേഷമായ ഉണ്ടായതാണ്. അത് ക്ലാസ്സിൽ സകല സ്കൂളും ജാതിവാദികൾ ആരംഭിച്ചത്. ഗവൺമെന്റ് ആരംഭിച്ചതിനേക്കാളും കൂടുതൽ ജാതിവാദികളാണ് ആരംഭിച്ചത്. അവരവരുടെ സമുദായത്തിന്റെ ഭരണ പങ്കാളിത്തം ഉറപ്പാക്കാൻ, ഭരണത്തിനകത്ത് ഭരണത്തിലാണ്, ജനാധിപത്യത്തിൽ ഭരണമില്ല. അതുകൊണ്ടാണ് വീണ്ടും ഭരണം തുടരുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ പ്രശ്നം തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഭരണം എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചർ മാറിയിട്ടേ. ആ സ്ട്രക്ചർ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും എല്ലാം ഇരിക്കുന്നത് എവിടെയാണ്? വൈസ്രോയുടെ വീട്ടില്. അവിടുത്തെ അന്നത്തെ ഏറ്റവും വലിയ അധികാരിയായിരുന്നു ആരൊക്കെയായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഗവർണർ. ഇതെല്ലാമായിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ കൊട്ടാരങ്ങളിലാണ് ഇരിക്കുന്നത്. രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലാണ് ഇരിക്കുന്നത്. ബ്രിട്ടീഷ് രാജാവിന്റെ കൊട്ടാരത്തിലാണ് ഡൽഹി പോയിരിക്കുന്നത്. കേരള രാജാവിന്റെ കൊട്ടാരത്തിലാണ് പിണറായി പോയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അത് നടക്കാറ്. അത് നമ്മളാണ് അറിയേണ്ടത്. അത് വേറൊരു പ്രശ്നമാണ്. ഈ സ്ട്രക്ചേഴ്സ് മാറ്റുന്ന വേണ്ടി ചെയ്യുന്ന സാധനം കൂട്ടി പഠിച്ച് പറഞ്ഞുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ തുടരും. കാരണം പൗരബോധമുള്ള ആളുകള് ഈ ആളുകളെ റീപ്ലേസ് ചെയ്യണം. ഈ ജാതിവാദികളെ അത് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ക്ലാസ് റൂമിനകത്ത് ഇതുവരെ ഭരണഘടന വായിക്കും. ഗവൺമെന്റ് സ്കൂളുകളിൽ പോലും ഭരണഘടന വായിച്ചില്ല. ആകെപ്പാടെ അതിന് 2 +2 പഠിപ്പിക്കും. അത് വേണമെങ്കിൽ പഠിക്കാം. പരീക്ഷയ്ക്ക് മാർക്ക് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ചോദ്യം വന്നാൽ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായി. അല്ലാതെ ഇപ്പോഴും സർവ്വമത പ്രാർത്ഥനയായി ചെയ്യുന്ന ദൈവമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് റൂംസ് ആണുള്ളത്. അതാണ് പാടുന്നത്. എന്നിട്ട് അകത്ത് പരിണാമം പഠിക്കും. പരിണാമം എന്തിനാ പഠിക്കുന്നത്? പരീക്ഷ ജയിക്കാൻ, ലോകത്തിനെ മനസ്സിലാക്കാനും ജീവിതത്തിനെ മനസ്സിലാക്കാനും. ഇത് തുടരുന്നത് കൊണ്ടാണ് അത് പുതിയ പ്രശ്നമായി മാറിയത്. അപ്പൊ ഒരു വോട്ട് കിട്ടി ജയിക്കാനാണെന്നുണ്ടെങ്കിൽ ഞമ്മന്റെ ആൾക്കാരെ നിർത്തണം എന്ന് പഠിച്ചു. നമ്മുടെ ആൾക്കാരെ നിർത്താതെ ഒരു കാൻഡിഡേറ്റും ജയിക്കത്തില്ല എന്നുള്ളത് അത് നിർണയിക്കുന്നത് ഈ മത നേതാക്കള് സകല പണവും കൈയാളിട്ട് കണ്ടിരിക്കുന്ന രാജാവ് പിടിച്ചോണ്ട് പോകുമായിരുന്ന കാണിക്കിടുന്ന പണം മുഴുവൻ രാജാവിന്റെ കൈ പോയിക്കൊണ്ടിരുന്നതാണ്. ആ പണം മുഴുവൻ ഇന്ന് മത നേതാക്കളുടെ കയ്യിലാണ്. അങ്ങനെ ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരായിട്ട് ഈ മത നേതാക്കൾ മുഴുവൻ മാറ്റുന്നു. അവര് നിർണയിക്കുന്ന കുഞ്ഞാടുകളുടെ ലോകമാണ് ഇപ്പൊ ജനാധിപത്യ അക്ഷരമായുള്ളത്. അതുകൊണ്ടാണ് വോട്ടിന് ഈ പറയുന്ന ഞങ്ങളുടെ ആൾക്കാരെ നിർത്തി ഞങ്ങൾ വോട്ട് ചെയ്തു. അത് പുതിയ പ്രശ്നമാണ്. നിർബന്ധിത പ്രാതിനിധ്യത്തെ കുറിച്ച് പറഞ്ഞത്, നിർബന്ധിത പ്രാതിനിധ്യത്തിന് ഇനിയൊരു സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് സെൻസസിന് വേണ്ടിയിട്ട് ആ മുറിവേളി കൂട്ടുന്ന സമയത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ മാത്രം മന്ത്രി ഈ പാർലമെന്റിൽ എന്ന് പറയുന്ന നിലവാരത്തിലുള്ള റിഫോംസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ വരുമെന്ന്? സാധ്യത ഒരു ആ ലെവലിൽ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ജാതി സെൻസസ് നടത്തുമെന്ന് വിചാരിക്കാം. അത് നടന്നതിന് ശേഷം പറയാം നടന്നു. അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പണ്ടങ്ങാണ്ട് പറയത്തില്ല എന്താണ് ഏതാണ്ടിന് മുല വന്ന പറയുന്നൊരു കഥയിൽ ഒരു പഴഞ്ചൊല്ല കാത്തിരിക്കാവുന്നുള്ളേ ഉള്ളു. അങ്ങനെ സംഭവിക്കട്ടെ, അതിനുശേഷം അത് പറയാം.